ചേലക്കരയിലും വയനാട്ടിലും വോട്ടിംഗ് ശതമാനം കുറഞ്ഞിരിക്കുകയാണ്. ചേലക്കരയിൽ 72.77% ഈ തവണത്തെ പോളിംഗ് ശതമാനം. ചേലക്കരയിലും വയനാട്ടിലും പോളിംഗ് ശതമാനം കുറയുമ്പോൾ നമുക്കറിയാം ചേലക്കര ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു മണ്ഡലമാണ്. വയനാടും നമ്മൾ പറയേണ്ട, അവിടെ UDFൻ്റെ വലിയ മേൽക്കോയ്മയുള്ള മണ്ഡലമാണ്. ചേലക്കര പരാജയപ്പെട്ടാൽ അത് LDFന് വലിയ ക്ഷീണമാകും. പാലക്കാട് പരാജയപ്പെടുന്നത് പോലെയല്ല, അല്ലെങ്കിൽ വയനാടിൽ പരാജയപ്പെടുന്നത് പോലെയല്ല. അപ്പോൾ ഈ പോളിംഗ് ശതമാനം കുറയുന്നത് യഥാർത്ഥത്തിൽ LDFന് ഗുണമാകുമോ ദോഷമാകുമോ? LDFന് ആയിരിക്കും ഇത് വളരെയധികം ബാധിക്കാൻ സാധ്യത. കാരണം ജോണേട്ട സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട്ടിലെ വിധി നമുക്കറിയാവുന്നതാണ്. നേരത്തെ തന്നെ അവിടെ എന്ത് സംഭവിക്കുമെന്ന രീതിയിൽ അറിയാവുന്നതാണ്. കാരണം മുൻ തെരഞ്ഞെടുപ്പുകളെല്ലാം കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞൊരു ജില്ലയാണ്, ആ ഒരു മണ്ഡലമാണ് വയനാട്. പക്ഷെ ആ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ആനി രാജ മത്സരിച്ചിരുന്നു. അവർ എന്തായാലും വലിയ രീതിയിലുള്ള വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഈ CPMൻ്റെ പാർട്ടി രീതി അറിയാലോ, കേഡർ സ്വഭാവമാണ്. അവർ ജോണേട്ടന് അറിയാവുന്ന കാര്യമായിരിക്കും, മുൻപ് ഈ വാർഡിലും ഈ ബൂത്തിലും എത്ര വോട്ട് കിട്ടുമെന്ന് കൃത്യമായി കണക്ക് ഇവർ പറയുന്നതാണ്. CPMൻ്റെ കേഡർ ചിലപ്പോൾ ഒരു ബൂത്തിലെ നേതാവിന് തന്നെ, പ്രാദേശിക നേതാവിന് തന്നെ തൻ്റെ ബൂത്തിൽ എത്ര വോട്ട് കിട്ടും, ആരെല്ലാം അവരുടെ പാർട്ടിക്ക് വോട്ടിടും, അത്രത്തോളം കൃത്യമായ കണക്കുള്ള പാർട്ടിയാണ് CPM. അതിനാൽ തന്നെ അവർ വലിയ രീതിയിൽ കഴിഞ്ഞ ആനിരാജ നിന്നപ്പോൾ വലിയ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനം നിലവിൽ നടന്നിട്ടില്ലെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഈ വലിയ രീതിയിൽ, കാരണം മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ അത് 72% പോളിംഗ് ഉണ്ടായിരുന്ന വയനാട് മണ്ഡലത്തിൽ അത് 64% ചുരുങ്ങിയിട്ടുണ്ട്. ഈ 8% ഡിഫറൻസ് വരാനുള്ള കാരണം പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്നത് ഇതാണ്. LDFൻ്റെ ഭാഗത്ത് നിന്നും വീഴ്ചയുണ്ടായ അവരുടെ അണികൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അവരുടെ സ്വന്തം വോട്ടുകളെ ഈ പെട്ടിയിലാക്കാനുള്ള ശ്രമം നടത്തിയിട്ടില്ലെന്നാണ് പറയുന്നത്. അത് ചിലപ്പോൾ സത്യമായിരിക്കാം. കാരണം ആനി രാജയെ പോലെ നേതാവല്ല എന്തായാലും സത്യൻ മുഖേരി. പക്ഷേ വയനാടിൻ്റെ ചരിത്രത്തിൽ CPMന് വേണ്ടി ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങി ഷാനവാസുമായുള്ള മത്സരത്തിൽ വിജയത്തിൻ്റെ അടുത്തെത്തിയിരുന്നു ഈ സത്യൻ മുഖേരി. അതിനാൽ തന്നെ ആ മലയോര പ്രദേശങ്ങളിലും ഈ ട്രൈബൽസിൻ്റെ ഇടയിലെല്ലാം വലിയ സ്വാധീനമുള്ള ആളാണ് സത്യൻ മുഖേരി. എന്തായാലും പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ CPMൻ്റെ ഭാഗത്തു നിന്നും വലിയ പ്രവർത്തനം ആ മേഖലയിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല. ചേലക്കരയിലേക്ക് വരുമ്പോഴും അവർ വലിയ മത്സരം കാഴ്ചവെച്ചു. പക്ഷേ അതിലൊരു പങ്ക് EP-ക്കും കൊടുക്കുന്ന EP-യുടെ സംഭാവന ചിലപ്പോൾ കാണും. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കാലങ്ങളിലല്ല തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ ബോംബ് പൊട്ടിക്കുക എന്നൊരു പുതിയ തന്ത്രവുമായാണ് EP ജയരാജൻ ഇറങ്ങിയിരിക്കുന്നത്. ദിവസം മൊത്തം EP കൊണ്ടുപോയി. അതെ, അത് മുൻപ് കൊണ്ടുപോയി. ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അതെ, EP ജയരാജന് വോട്ട് ചെയ്തിട്ട് മാധ്യമങ്ങളോട് ചോദിക്കുന്ന പോലും ഇല്ല. അങ്ങോട്ട് പറയുകയാണ്, ഞാൻ ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി. ആ ദിവസം മുഴുവൻ EP കൊണ്ടുപോയി. സമാനമായി മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് ദിവസവും EP കൊണ്ടുപോയി. EP ഇതിനകത്ത് ഇപ്പോൾ EP പറയുന്നത് ഞാൻ എഴുതിയതല്ല, DC അതിന് EP പറയുന്ന യഥാർത്ഥത്തിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ആത്മകഥ എഴുതിയിട്ട് നമ്മളിപ്പോൾ എഴുതുന്ന ഒരു സംഭവം പ്രസാധകന് നമ്മളാണ് കൊടുക്കുന്നത്. ഈ പ്രസാധകൻ എങ്ങനെയാണ് ഇതൊക്കെ എഴുതി ഉണ്ടാക്കുന്നത്? DC ബുക്സ് ഔട്ടിൽ നിന്ന് എന്തായാലും EP ജയരാജൻ്റെ ആത്മകഥ ഒരാളെ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരാളെ വെച്ച് എഴുതി അങ്ങനെയൊന്നും ഉണ്ടാക്കത്തില്ലല്ലോ. EP ജയരാജൻ എഴുതി കൊടുക്കുന്നത് അവരവിടെ പ്രസിദ്ധീകരിക്കാനായിട്ട് എടുക്കുന്നു. അപ്പം ഇത് EP അറിയാതെ എന്തായാലും ഇത് പുറത്തു വരുമെന്ന് നമുക്ക് തോന്നുന്നു. EP രാവിലെ മാധ്യമങ്ങളെ കാണുമ്പോൾ പറഞ്ഞ എൻ്റെ ഇത്തരത്തിൽ ഞാനൊരു ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ 2 പേരെ സമീപിച്ചിട്ടുണ്ട്. ഒന്ന് മാതൃഭൂമി ബുക്സിനെയും അതോടൊപ്പം തന്നെ DC ബുക്സിനെ സമീപിച്ചു എന്നാണ് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. പക്ഷെ അത് ഉച്ചയായപ്പോഴേക്കും മാറിയിട്ടുണ്ട്. അത് DC ബുക്കിനെതിരായിട്ട് കേസ് കൊടുത്തിട്ടുണ്ട്, ഒരു വ്യക്തത വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? എന്തായാലും EP തന്നെ എഴുതിയതായി എന്തായാലും വ്യക്തമായിട്ടുണ്ട്. ആ ദിവസം, ഈ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇത്തരം ഒരു ബോംബ് പൊട്ടിച്ചതിലൂടെയും അതിലേറ്റവും പ്രധാനപ്പെട്ടത് 2ാം പിണറായി സർക്കാർ ഇത്തരം വളരെ മോശമായ രീതിയിലാണ്, ആ രീതിയിലൊരു പ്രസ്താവന ആ പുസ്തകത്തിലുണ്ട്. അത് വലിയ രീതിയിൽ എന്തായാലും CPM അണികളെ തന്നെ ബാധിക്കും. കാരണം സ്വന്തം നേതാവിൽ നിന്ന് തന്നെ ഇത്തരം ഈ പിണറായി സർക്കാരുമായി ബന്ധപ്പെട്ട് ഭരണവിരുദ്ധമുള്ളതായി ഒരു പ്രസ്താവന വരുമ്പോൾ എന്തായാലും അവർ ഈ വോട്ടെടുപ്പിൽ നിന്നും പിന്മാറുകയോ അതോടൊപ്പം തന്നെ ഈ കൂടുതൽ അണികളെയും ഈ സാധാരണ ജനങ്ങളെ വോട്ടിംഗ് കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നതിൽ നിന്നും മാറി നിൽക്കാനുള്ള ശ്രമവും അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. എന്തായാലും വലിയ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ
വലിയ അതികായനാണ്. രാധാകൃഷ്ണനോട് പരാജയപ്പെട്ട ചിലപ്പോൾ ആ തെരഞ്ഞെടുപ്പിൻ്റെ ഈ പിണറായി സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരത്തിലാണ് പല മണ്ഡലങ്ങളിലും കോൺഗ്രസിന് വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. കണ്ണൂരിലെ ലോക്സഭാ മണ്ഡലത്തിൽ 1 ലക്ഷം വോട്ടിനാണ് കോൺഗ്രസ് വിജയിച്ചത്. അതോടൊപ്പം തന്നെ കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ ഞെട്ടിയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് 1 ലക്ഷത്തിലധികം വോട്ട്. കാരണം അദ്ദേഹം ഏറ്റവും വലിയ വിമർശനങ്ങളും പാർട്ടിക്കുള്ളിൽ തന്നെ അവിടെ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ പ്രശ്നമുണ്ട്. ഉണ്ണിത്താനും കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളും തമ്മിൽ പ്രശ്നമുണ്ട്. അത്തരം വലിയ പ്രശ്നങ്ങൾക്കിടയിൽ ഉണ്ണിത്താന് തന്നെ സംശയമുണ്ടായിരുന്നു താൻ വിജയിക്കുമോ എന്ന്. പക്ഷേ വോട്ടെണ്ണിയപ്പോൾ 1 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം. അത്തരത്തിൽ ആ സമയത്ത് എന്തായാലും രമ്യ ഹരിദാസും ആ തരംഗത്തിൽ വിജയിച്ച് കയറാനുള്ളതായിരുന്നു. പക്ഷേ ഈ രാധാകൃഷ്ണനെ പോലെ ഒരു ജനകീയനായ, കർഷകനായ, പിന്നോക്കനായ, ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയുടെ മായുള്ള മത്സരത്തിലാണ് എന്തായാലും രമ്യ പരാജയപ്പെട്ടത്. ആ പരാജയത്തിന് ശേഷമുണ്ടായ തെരഞ്ഞെടുപ്പിൽ എന്തായാലും രമ്യയ്ക്കാണ് നിലവിൽ സാധ്യത. അത് 2 കാരണങ്ങളുണ്ട്. ഈ രമ്യ പിണറായി സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരവും അത് വലിയ രീതിയിൽ ചേലക്കരയെ ബാധിച്ചിട്ടുണ്ട്. അതെന്തായാലും അത് ഈ വോട്ടിംഗ് ശതമാനത്തിൽ എനിക്ക് തോന്നുന്നു അതായിരിക്കും ചിലപ്പോൾ പ്രതിഫലിച്ചത്. 2021 തെരഞ്ഞെടുപ്പിൽ അന്ന് LDF തരംഗം. പൊതുവെ പണ്ടൊക്കെ നമ്മൾ പറയുന്ന വോട്ടിംഗ് ശതമാനം കുറഞ്ഞാൽ, വോട്ടിംഗ് ശതമാനം കൂടിയാൽ അത് UDF അനുകൂലം, വോട്ടിംഗ് ശതമാനം കുറഞ്ഞാൽ അത് LDF അനുകൂലം എന്നാണ് പഴയ അസസ്മെന്റ്. പഴയ ഇതെല്ലാം മാറിയിട്ടുണ്ട്. കാരണം ആ സ്ഥലത്തേക്ക് BJPയുടെ കടന്നു വന്നു. കാരണം BJP വലിയ രീതിയിൽ ഇപ്പൊ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഒരു പരിധിവരെ 30,000-ലധികം വോട്ട് പിടിക്കാൻ BJPക്ക് കഴിയും. ആ ഒരു വലിയ മാറ്റമുണ്ട്. അപ്പോഴേക്കും വോട്ട് 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. അവരും അവരുടെ പുതിയ വോട്ടർ അതാണ് 2ാമത്തെ കാരണം. ഈ BJPയുടെ ആ മണ്ഡലത്തിലെ വളർച്ച എന്തായാലും LDFനെ ബാധിക്കും. മുൻപെല്ലാം ചേട്ടൻ സൂചിപ്പിച്ചത് മുൻകാലങ്ങളിലെല്ലാം BJP ശക്തിപ്പെടുന്ന സ്ഥലങ്ങളിൽ UDFനാണ് തകർച്ച ഉണ്ടാകുക. പക്ഷേ ഈ ഇടക്കാലമായിട്ടുള്ള തിരഞ്ഞെടുപ്പിൽ ഞാൻ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, LDFന്റെ വോട്ടുകളിലേക്ക്, CPMന്റെ വോട്ടുകളിലേക്ക് വലിയ രീതിയിൽ കടന്നു കയറുവാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ചേലക്കരയിലും കഴിഞ്ഞിട്ടുണ്ട്. ചേലക്കരയിൽ BJP മുന്നേറ്റം ഉണ്ടാക്കിയാൽ അത് LDFനെയാണ് വലിയ രീതിയിൽ ബാധിക്കുക. അത് UR പ്രദീപിന്റെ വിജയത്തെ തന്നെ ബാധിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, രാധാകൃഷ്ണൻ നിയമസഭയിൽ മത്സരിച്ചപ്പോൾ 39,000-ലധികം വോട്ട് രാധാകൃഷ്ണനെ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ലോക്സഭാ ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് നോക്കുമ്പോൾ ആ നിയമസഭാ മണ്ഡലത്തിൽ വെറും 5,000 വോട്ടായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അതും എന്തായാലും രമ്യ ഹരിദാസിന് കുറച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നാണ് നിലവിൽ എന്തായാലും UDF ക്യാമ്പ് വിശ്വസിക്കുന്നത്. അവർ കേഡർ സ്വഭാവം, സുധാകരൻ പറയുമല്ലോ, കേഡർ പാർട്ടിയാണ്, സെമി കേഡർ. ആ സെമി കേഡർ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് തങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്നും അതിനാൽ തന്നെ ബൂത്ത് കേന്ദ്രീകരിച്ച് വലിയ പ്രവർത്തനം കാഴ്ചവെക്കാൻ രമ്യ ഹരിദാസിന് കഴിഞ്ഞുവെന്നും എന്തായാലും അവർ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ LDF ക്യാമ്പും എന്തായാലും ഈ വലിയ മത്സരം നടന്നിട്ടുള്ളതായി അവർ പറയുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. കാരണം ചേലക്കര ചേട്ടൻ മുൻപ് സൂചിപ്പിച്ചത് വലിയ LDFനും CPMനെല്ലാം വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. അവിടെ എന്തായാലും കോൺഗ്രസ് LDF തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട് വലിയ മത്സരം രമ്യ ഹരിദാസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളതായി. അത് എന്തായാലും കോൺഗ്രസിനും പ്രതീക്ഷ നൽകുന്നു. അങ്ങനെയാണെങ്കിൽ ഈ 2 നിയമസഭ, ഒന്ന് ലോക്സഭ, വയനാട് ലോക്സഭയിലും ചിലപ്പോൾ വലിയ അട്ടിമറി ഉണ്ടാകുകയാണെങ്കിൽ ചേലക്കരയും എന്തായാലും കോൺഗ്രസിൻ്റെ ഭാഗമായി മാറുന്നതായിരിക്കും. കോൺഗ്രസിന് ഒരു രമ്യ ഹരിദാസ് എന്ന ഒരു MLA, അവിടെ ഒരു വനിതാ MLA, 2ാമത്തെ ഉമാസ് തോമസിന് ശേഷം ഒരു 2ാമത്തെ. ചേലക്കര UDF വിജയിക്കുകയാണെങ്കിൽ അത് ഭരണത്തിനുള്ള വിലയിരുത്തലാണെന്നുള്ള തരത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെടില്ലേ? തീർച്ചയായും. അത് എന്തായാലും പിണറായിയെ നോട്ടമിട്ടിട്ടുള്ള P. ജയരാജൻ ഇടയ്ക്ക് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു, തുറന്നു പറഞ്ഞിരുന്നു ഇത്തരത്തിൽ ഇത് ഭരണവിരുദ്ധ വികാരമായിരിക്കും, ഭരണത്തിൻ്റെ വിലയിരുത്തലായിരിക്കും ഈ തെരഞ്ഞെടുപ്പെന്ന്. അതോടൊപ്പം തന്നെ ഈ നിലവിൽ പാർട്ടിയുമായി CPM നേതൃത്വവുമായി ഉടക്കിലുള്ള CPIയുടെ നേതാവുണ്ടല്ലോ ദിവാകരനും വയനാട്ടിലൊരു പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു ഇതെന്തായാലും ഭരണവുമായി ബന്ധപ്പെട്ട വിലയിരുത്തലാകുമെന്ന്. അത് ഉറപ്പായിട്ടും ഭരണവുമായി ബന്ധപ്പെട്ട വിലയിരുത്തലാകും. വയനാട് എന്തായാലും കോൺഗ്രസിൻ്റെ. അതേസമയത്ത് ഇവിടെ ചേലക്കര വിജയിച്ചാൽ അത് അവരെ സംബന്ധിച്ച്. പക്ഷേ എന്തായാലും നാം ഈ തുടർച്ചയായുള്ള പരാജയങ്ങളിൽ എന്തായാലും മുക്തമാകാൻ കഴിയുമെന്ന് അവരെ പ്രതീക്ഷിക്കും. എന്തായാലും ആ വിജയം ഇനി അടുത്ത വർഷം നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എന്തായാലും CPMന് ഒരു ഊർജ്ജമാകും. നമുക്കറിയാവുന്ന കാര്യമാണ്, ഇതിനു മുൻപുള്ള 2020
തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം സ്വന്തമാക്കാൻ LDFന് കഴിഞ്ഞിരുന്നു. അതിൽ നിന്നും ഊർജം ഉൾക്കൊണ്ടാണ് അടുത്ത 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആദ്യമായി ഒരു തുടർഭരണം ഉണ്ടാകുകയാണ്. പിണറായി സർക്കാർ വരികയാണ്. എന്തായാലും ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ ചേലക്കരയായിരിക്കും ഇനിയുള്ള വരും കാല തെരഞ്ഞെടുപ്പുകളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഈ ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് BJPയും കോൺഗ്രസും തമ്മിൽ നേരിട്ട് മത്സരം നടക്കുന്നു. എന്താണ് അവിടുത്തെ ബലം എന്നതും അടുത്ത ഇനി തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ. 1 വർഷം കഴിയുമ്പോഴേക്കും 1 വർഷം കാണില്ലല്ലോ, അതിന് മുൻപ് തന്നെ കേരളത്തിൽ തദ്ദേശ സ്വയം തെരഞ്ഞെടുപ്പ് വരും, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, വരും. രണ്ട് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളിലേക്ക് പോകും. അതിനെല്ലാം സ്വാധീനിക്കുന്നത് വലിയ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണ്. എന്തായാലും 3 സീറ്റും കോൺഗ്രസ് നേടുമോ അതോ ചേലക്കര CPMന് നിലനിർത്താൻ കഴിയുമോ, BJP പാലക്കാട് പിടിക്കുമോ എന്തായാലും അത് 23-ാം തീയതി അറിയാം. എന്തായാലും ഈ വയനാട്ടിലും ചേലക്കരയിലും വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് ഒരു പരിധിവരെ LDFനെ ബാധിക്കാനാണ് സാധ്യതയെന്നാണ് കരുതുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിലെ ഭൂരിപക്ഷത്തിൽ കുറവുണ്ടായിരിക്കും, വിജയം തിരിഞ്ഞു നോക്കണ്ട. പക്ഷേ ചേലക്കരയിൽ അങ്ങനെയല്ല, ഈ വലിയ പരാജയമായിരിക്കും. ഇത്തരത്തിൽ ഒരു പരാജയം സംഭവിച്ചാൽ അത് കേരള നേതൃത്വത്തെ തന്നെ ബാധിക്കും. CPMന്റെ നേതൃത്വത്തിലും കാരണം ഇപ്പോൾ പാർട്ടി സമ്മേളനങ്ങളെല്ലാം നടക്കുകയാണ്. നേതൃത്വത്തിനെതിരെ വലിയ വിമർശനം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. EP ഇടഞ്ഞു നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ P ജയരാജൻ തൻ്റെ സ്ഥാനത്തിനായി വലിയ മത്സരങ്ങൾ നടത്തുന്നു. നിലവിൽ നമുക്കറിയാവുന്ന കാര്യമാണ്, മുൻപെല്ലാം പിണറായി വിജയനെ വിമർശിക്കാൻ ആരും രംഗത്ത് വരില്ല. അതല്ല ഈ തെരഞ്ഞെടുപ്പോടെ മാറിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി അതിനെല്ലാം മാറ്റം വന്നിട്ടുണ്ട്. അതിന് സമാനമായ രീതിയിലായിരിക്കും ചേലക്കരയിൽ ഒരു പരാജയം ഉണ്ടായാൽ അതെന്തായാലും പിണറായിയുടെ ആധിപത്യത്തെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. ഇനിയുള്ള അങ്ങനെയാണെങ്കിൽ ഈ ചേലക്കരയിൽ CPM ജയിക്കുകയാണെങ്കിൽ അത് പിണറായിയുടെ വിജയമായി മാറും. നമുക്കെന്തായാലും വോട്ടെണ്ണുന്നവരെ കാത്തിരിക്കാം.